ആശാവർക്കറുടെ സ്വഭാവം എനിക്കറിയാം. ഓരോ വീടും കോവിഡ് പീരീഡിൽ തന്നെ കയറി ഇറങ്ങി അതിൽ പലരും അവരെ ബന്ധുക്കൾ ചത്തിച്ചുണ്ട്. അപ്പം നഷ്ടമാക്കാണ് ഗവൺമെൻറ്റിനല്ല, അവർക്കാണ്. അവർക്ക് മുടി മുറിച്ച് ഈ രീതിയിലൊക്കെ ശരിയാക്കിയിട്ട് അവർക്ക് ന്യായമായിട്ടുള്ളത് കിട്ടണ്ടേ? നിങ്ങൾക്ക് ശമ്പളം ന്യായമായിട്ട് ഇപ്പം കിട്ടൂലേ? പറയണം കിട്ടുന്നുണ്ടല്ലോ, പക്ഷെ അവർക്കില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെയായിരിക്കും അടുത്തും ജയിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഓക്കെ, താങ്ക്സ്. മുഖ്യമന്ത്രിയെ പിടിച്ചവിടെ നിർത്തിക്കഴിഞ്ഞാലും രക്ഷയില്ല. കാര്യം എന്തിനാണെന്ന് വെച്ചാൽ ആൾക്കാർ നോക്കണത് പണ്ടത്തെ പോലെ അല്ല, പാർട്ടിയല്ല. എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു, എൻ്റെ അച്ഛനും ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നല്ലവർക്കേ വോട്ട് ചെയ്യുള്ളൂ, കഴിവുള്ളവർക്കേ വോട്ട് ചെയ്യുള്ളൂ. അത്രത്തോളം മാറിപ്പോയി, കച്ചുപോയി. കാര്യം ഒന്നും ചെയ്യണില്ല, പേപ്പറിൽ വരണേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 5 പ്രാവശ്യം പേപ്പറിൽ വരും. കാര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണം. ഇതൊക്കെ ആരുടെയും കുടുംബ സ്വത്തെടുത്തൊന്നുമല്ല ചെയ്യണത്. സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവരിൽ പൈസ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അവരെ ഇഷ്ടത്തിന് ചെയ്യണം, ജനങ്ങളെ ഇഷ്ടത്തിനല്ല ചെയ്യണത്. പക്ഷെ ചങ്കൂറ്റായിട്ട് പറയാനേ എനിക്കിപ്പോൾ 10-70 വയസ്സായി, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ചങ്കൂറ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്തിനാണോ പറയുക, പണികൾ 8ൻ്റെ പണികൾ. എനിക്ക് 8ൻ്റെ പണി വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ചങ്കൂറ്റാണ്ട് പറയണം. പിന്നെ ഈ ജനങ്ങളുണ്ടല്ലോ, അവർ വലിയ കുഴപ്പക്കാരാണ്. കാര്യം എന്തിനാണ് പേടിത്തൂറികൾ. ചങ്കൂറ്റാണ്ട് പറയണം. 100 പേരിൽ ഒരാൾ ചങ്കൂറ്റാണ്ട് പറഞ്ഞാൽ ഈ ഇന്നത്തെ അവസ്ഥ മാറും. എനിക്ക് ഈ ആശാ വർക്കറുടെ ജോലി എനിക്ക് നല്ലവണ്ണം അറിയാം, അവർ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് സപ്പോർട്ട്. പക്ഷേ അവർ അന്യായം പ്രവർത്തിച്ചാൽ ഞാൻ അവരോട് നിൽക്കില്ല, തീർച്ചയായിട്ടും നിൽക്കില്ല. പക്ഷേ ഇപ്പം അന്യായമല്ല പ്രവർത്തിക്കണത്, നല്ല. അതുകൊണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോഴത്തേക്കും മനുഷ്യൻ കണ്ണു തുറക്കണ്ടേ? ആർക്ക് വേണ്ടിയാണ് ഭരണം? ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇത്തിരിയൊക്കെ പിടികാശിയൊക്കെ പിടിക്കാം. പക്ഷെ അവർ പറഞ്ഞത് ശരിയാണെന്നും കൂടെ നമ്മൾ നോക്കണം. അവർ പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പറയണത് ഏറ്റവും വലിയ തെറ്റാണ്. കാര്യം വെച്ചാൽ ബ്രിട്ടീഷുകാർ തുരത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. പക്ഷേ അന്നുള്ള ആൾക്കാരിന്നില്ല, അതാണ് പ്രശ്നം. അന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കോ? മനുഷ്യന് സ്വാതന്ത്ര്യം വേണം. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യം ഇതുവരെ കിട്ടിയിട്ടില്ല.